ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ്. ഈ ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് അസസ് സെക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ക്വസ്റ്റ്യൻ: കൺവേർട്ട് ദ യൂണിറ്റ്സ് ഓഫ് ദ ഗിവൺ ടെമ്പറേച്ചേഴ്സ്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഡിഗ്രി സെൽഷ്യസിലുള്ളത് കെൽവിനിലേക്കും കെൽവിനിലുള്ള ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലേക്കും മാറ്റണം. അതിൻ്റെ ഇക്വേഷൻ: ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യണം. തിരിച്ച് കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ 273 മൈനസ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് ഈ 273 ആ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് നോക്കാം. നമ്മളൊരു ഗ്യാസിനെ ഒരു കണ്ടെയ്നറിലാക്കി ടെമ്പറേച്ചർ കൂട്ടി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി നല്ല ടൈറ്റായി അടച്ചു വച്ചിരിക്കുന്ന ആ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് തെറിച്ചു പോകും, കാരണം പ്രഷർ കൂടി. ഇനി പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെവലിൽ ആക്കണമെന്നുണ്ടെങ്കിൽ വോളിയം കുറച്ചും കൂടി കൂട്ടിക്കൊടുത്താൽ മതിയല്ലോ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുക എന്നുള്ളത് ഗ്യാസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂട്ടി അതിൻ്റെ വോളിയം മെഷർ ചെയ്തു. ഈ ഒരു ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫ് 0 to 300 വരെ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ഇനി ഈ ഗ്രാഫിനെ നമ്മൾ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സിൽ മുട്ടിയ പോയിൻ്റാണ് നമ്മുടെ -273.15. അതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ ആ ടെമ്പറേച്ചർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഗ്യാസിനെ ഒരു P1 പ്രഷറിൽ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി P2, P3, P4 അങ്ങനെ ഡിഫറെൻറ്റ് പ്രഷറിൽ ഈ ടെമ്പറേച്ചർ കൂട്ടി അതിൻ്റെ വോളിയം കണക്കാക്കിയിട്ട് പല പല ഗ്രാഫ് വരച്ചപ്പോഴും ആ എല്ലാ ഗ്രാഫുകളും ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ വന്ന് മുട്ടിയത് സെയിം പോയിന്റിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ -273.15 ഡിഗ്രി സെൽഷ്യസിനെ അബ്സല്യൂട്ട് സീറോ എന്നാണ് പറയുന്നത്. കാരണം ഈ ടെമ്പറേച്ചറാണ് ഒരു ഗ്യാസിന് ഏറ്റവും എത്താൻ പറ്റിയ മിനിമം ടെമ്പറേച്ചർ. ഒരു ഗ്രാഫിൻ്റെ ബാക്ക്വേർഡ് എക്സ്റ്റൻഷനും ഈ -273ക്ക് പുറകിലേക്ക് പോയിട്ടില്ല. മാക്സിമം എത്താൻ പറ്റിയ ടെമ്പറേച്ചർ -273. അതുകൊണ്ടാണ് ഈ -273.15 അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. കൂടാതെ ഈ അബ്സല്യൂട്ട് സീറോയിൽ എത്രയാണ് വോളിയം? 0. ഒരു ഗ്യാസിന് അറ്റൈൻ ചെയ്യാൻ പറ്റിയ മിനിമം ടെമ്പറേച്ചറായ -273ൽ വോളിയം 0 ആകും തിയററ്റിക്കലി. അതുകൊണ്ടാണ് ഈ 273 അടിസ്ഥാനപ്പെടുത്തിയിട്ട് കെൽവിൻ സ്കെയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മുതലാണ് കെൽവിൻ സ്കെയിൽ തുടങ്ങുന്നത്. അതായത് -273 ഡിഗ്രി സെൽഷ്യസ് ഒറിജിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ സീറോ എങ്ങനെ വരും? ഈ -273യുടെ കൂടെ ഈ 273 ആഡ് ചെയ്താലാണ് 0 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഈ കൺവേർഷൻ. കെൽവിൻ 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിൻ, ദാറ്റ് ഈസ് -273 + 273 അങ്ങനെ 0 കെൽവിൻ. ഇനി നമുക്ക് ടേബിൾ ഫിൽ ചെയ്യാം. 30 ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്കാക്കാം. 273 ആഡ് ചെയ്യാം. 30 + 273 303. ഇനി 300 കെൽവിൻ ടു സെൽഷ്യസ് -273, സോ 27 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസ് 40 + 273 313 കെൽവിൻ. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ കുറച്ച് സബ്സ്റ്റൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്ന ഡേറ്റ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, അതിൻ്റെയൊക്കെ ആറ്റമിക് മാസും തന്നിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ മോളിക്യൂളാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ് കണക്കാക്കുന്നത്? മോളിക്കുലാർ മാസ് കണക്കാക്കുന്നത് ആ സബ്സ്റ്റൻസിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെയും മോളിക്കുലാർ മാസ് കണക്കാക്കിയിട്ട് സം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഹൈഡ്രജൻ്റെ നമുക്ക് 1 തന്നിട്ടുണ്ട് ആറ്റമിക് മാസ്. 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 2 × 1 2. കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൻ്റെ 12 പ്ലസ് ഓക്സിജൻ 2 ഉണ്ടല്ലോ, അപ്പോൾ 2 × 16, അപ്പോൾ ടോട്ടൽ 44. ദെൻ NH3 നൈട്രജൻ 14 പ്ലസ് ഹൈഡ്രജൻ 3 ഉണ്ട്, 3 × 1 17. ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റമിക് മാസിനെ കണക്കാക്കി സം ചെയ്ത് നമുക്ക് മോളിക്കുലാർ മാസ് ആ സബ്സ്റ്റൻസിൻ്റെ കണക്കാക്കി. ഇനി ഗിവൺ മാസ് ഹൈഡ്രജൻ 10 ഗ്രാം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണക്കാക്കുക? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ഈ മോളിക്കുലാർ മാസ്, ഒരു മോളിക്കുലാർ മാസിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 ഗ്രാമിൽ ഈ മോളിക്കുലാർ മാസായ ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസായ 2 എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് ഒരു മോളിൻ്റെ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു മോളിൻ്റെ മാസാണ് മോളിക്കുലാർ മാസ്, അത് 2. അപ്പോൾ 10/2 5. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് ഒരു മോളിൻ്റെ മാസ് ഒരു 44 ആണ്. ഇപ്പോൾ 440 ബൈ ഗിവൺ മാസ് ബൈ
മോളാർ മാസ് 440/44 10 മോൾസ്. NH3 നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാൻ ഗിവൺ മാസ് 340 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 17, 340/17 20. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമുക്ക് വോളിയം അറ്റ് STP ആണ് കണക്കാക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ 10 ഗ്രാം STPയിൽ എത്ര വോളിയം ഉണ്ടാകുന്നു എന്നാണ് നോക്കേണ്ടത്. അത് കണക്കാക്കാനായിട്ട് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ, ഒരു മോളാണെന്നുണ്ടെങ്കിൽ 22.4 ലിറ്ററാണ് STPയിൽ വരുന്നത്. അപ്പോൾ എത്ര മോൾ ഉണ്ട് എന്നനുസരിച്ചിട്ട് ആ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് ഒരു മോളിൻ്റെ വോളിയം അറ്റ് STP മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ടോട്ടൽ 10 ഗ്രാം എത്ര വോളിയം ഉണ്ടാകും STPയിൽ നിന്ന് കണക്കാക്കി. അതായത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് 10 ആണ്. 22.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 224 ലിറ്റർ. അമോണിയ നമ്പർ ഓഫ് മോൾസ് 20 ആണ്. 20 ഇൻറ്റു 22.4 448 ലിറ്റർ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാനും വോളിയം അറ്റ് STP ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ മോളാർ കൺസെപ്റ്റ്, ടോപ്പ് ട്യൂഷൻ്റെ മോളാർ കൺസെപ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദമാക്കിയിട്ടുണ്ട്. സംശയമുള്ളവർ ആ ഒരു കൺസെപ്റ്റ് വീഡിയോ കണ്ടിട്ട് പ്രൊസീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ: ഇവിടെ നമുക്ക് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അമോണിയയുടെ ഫോർമേഷൻ N2 + 3H2 gives 2NH3. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ റിയാക്ഷൻ അനുസരിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മോൾസ് ഓഫ് നൈട്രജൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടി എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളാണ്. നോക്കൂ, N2 + 3H2 gives 2NH3 ആണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നൈട്രജൻ മോളിക്യൂളും 3 ഹൈഡ്രജൻ മോളിക്യൂളും വേണം 2 അമോണിയ മോളിക്യൂൾ ഉണ്ടാകാൻ. അപ്പോൾ ആദ്യം മോൾ റേഷ്യോ മനസ്സിലാക്കുക. ഇത് 1, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2. അപ്പോൾ N2 = H2 = NH3. റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മോൾ റേഷ്യോ വയ്ക്കുമ്പോൾ 1:3:2. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 1:3. നൈട്രജൻ 1 ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ 3 മോൾസ് വേണം, 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാകുന്നു. ഇതാണ് അവരുടെ മോൾ റിലേഷൻസ്. ഇതാണ് 1 മോൾ ഓഫ് നൈട്രജന് വേണ്ടിയത് 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മോൾസ് ഓഫ് നൈട്രജൻ എത്ര വേണം? 1 മോൾ നീഡ് 3 മോൾസ്. അപ്പോൾ 10 മോൾസ് നീഡ് 3 × 10 മോൾസ്. So hydrogen needed for 10 moles of nitrogen, 3 × 10, 30 moles. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതൊരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ തന്നെ. N2 + 3H2 gives 2NH3. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10 മോൾസ് ഓഫ് നൈട്രജൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അമോണിയ ഉണ്ടാവുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. N2 + 3H2 gives 2NH3. മോൾ റേഷ്യോ നമ്മൾ ഓൾറെഡി എഴുതി. N2 = H2 = NH3. മോൾ റേഷ്യോ ഇത് എത്രയാണ്? 1:3:2. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 1 മോൾ ഓഫ് നൈട്രജൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവുന്നു. ഇതിന്ന് 1 മോൾ നൈട്രജൻ പ്രൊഡ്യൂസ് 2 മോൾസ് ഓഫ് NH3. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മോൾസ് ഓഫ് നൈട്രജൻ. അപ്പോൾ 1 മോളിന് 2 മോൾസ് ആണ്. അപ്പോൾ 10 മോൾസിന് 2 × 10, 20 മോൾസ്. അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ 10 മോൾസ് ഓഫ് നൈട്രജൻ, 20 മോൾസ്. ക്വസ്റ്റ്യൻ: ഒരു ഗ്യാസ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ STPയിൽ 448 ലിറ്റർ ആണ് ഉള്ളത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് കണക്കാക്കണം. ആദ്യം ഗിവൺ ഡേറ്റ എല്ലാം എഴുതി. വോളിയം 448 ലിറ്റർ, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. നമ്മളെപ്പോഴും കാൽക്കുലേഷനിൽ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0 + 273 കെൽവിൻ, 1 ATM. 273 കെൽവിൻ, 1 ATM. അത് തന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വോളിയം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്.
നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനായിട്ട് നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണക്കാക്കണം. STPയിൽ തന്നിരിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം 448 ആണ്. ഒരു മോൾ ഓഫ് ഗ്യാസ് STPയിൽ ഉണ്ടാവുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ ആയിരിക്കും STPയിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ഗ്യാസ് 448 ലിറ്റർ ആണ്. അപ്പോൾ ഈ 448ൽ എത്ര 22.4 അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4. ദാറ്റ് ഈസ് 448 ബൈ 22.4, 20 മോൾസ്. തന്നിരിക്കുന്ന ഈ 448 ലിറ്റർ ഗ്യാസിൽ 20 മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 20 മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് 20 മോൾസ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂൾ നോക്കാനായിട്ടാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കി 20 മോൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ നമുക്കറിയാം അവഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 6.022 × 10⁻23 മോളിക്യൂൾസ്. മോൾ കൺസെപ്റ്റിൻ്റെ ഒരു ബേസിക്സ് അടിസ്ഥാനമായ അറിയേണ്ട കാര്യമാണ്. 1 മോൾ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോൾ കൺസെപ്റ്റിൻ്റെ മോർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ട്യൂഷൻ്റെ മോൾ കൺസെപ്റ്റ് എന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അത് സംശയമുണ്ടെങ്കിൽ കൺസെപ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇവിടേക്ക് പിന്നെ വരിക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 മോളിക്യൂൾസ്. നമ്മളോട് തന്നിരിക്കുന്ന 448 ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണക്കാക്കി, 20 മോൾസ്. ഒരു മോളിൽ അവഗാഡ്രോ ഉണ്ടെങ്കിൽ 20 മോൾസിൽ 20 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ഗിവൺ സാമ്പിൾ 44 × 10⁻23 മോളിക്യൂൾസ്. ക്വസ്റ്റ്യൻ: ഒരു ഗ്യാസ് 400 ലിറ്ററിൽ 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത്. ആ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ വോളിയം 400ൽ നിന്ന് 200 ലിറ്ററിലേക്ക് കുറച്ചാൽ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ? പ്രഷർ രണ്ട് കേസിലും സെയിം ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ആ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ആദ്യത്തെ ഗിവൺ ഡേറ്റ് എടുത്തെഴുതൂ. ആദ്യത്തെ വോളിയം V1 എടുക്കുക 400. രണ്ടാമത്തെ വോളിയം തന്നേക്കുന്നത് V2 200 ലിറ്റർ. പിന്നെ തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ, ഇനിഷ്യൽ ടെമ്പറേച്ചർ ആണ്. ഫസ്റ്റ് കേസിലുള്ള T1 എടുക്കുക. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് 273 ആഡ് ചെയ്ത് കൺവേർട്ട് ചെയ്തു 300 കെൽവിൻ T1 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് T2 ആണ് ചോദിച്ചിരിക്കുന്നത്. ചാൾസ് ലോ അടിസ്ഥാനപ്പെട്ടിട്ടിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് V/T ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ V1/T1 ഇസ് ഈക്വൽ ടു V2/T2. നമുക്ക് ഇവിടെ V1, V2, T2 ഉണ്ട്. ആകെ T1 ഉണ്ട്, T2 ആണ് കാണേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T2 ഇസ് ഈക്വൽ ടു V2T1/V1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 200 × 300/400 150 കെൽവിൻ. അതിനെ 273 മൈനസ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് -123 ഡിഗ്രി സെൽഷ്യസ് എന്നും ആക്കാം. ടെമ്പറേച്ചർ, സെക്കൻഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്തത് 150 കെൽവിൻ അല്ലെങ്കിൽ -123 ഡിഗ്രി സെൽഷ്യസ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ലോയിലാണ് നമ്മൾ ഈ T2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ലോ ഏതാണ്? ചാൾസ് ലോ. ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എബവ് വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദിസ് സബ്സ്റ്റൻസ് ഒബേ ദ ഗ്യാസ് ലോസ്. സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 3 ഡിഗ്രി സെൽഷ്യസ്. ഏത് ടെമ്പറേച്ചറിന് മേളിലാണ് ഈ സബ്സ്റ്റൻസ് ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നത് എന്നാണ്. ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ബോയിലിംഗ് പോയിന്റ് 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു 273 ആഡ് ചെയ്തിട്ട് 276 കെൽവിനാണ് കിട്ടിയിരിക്കുന്നത്. ഗ്യാസ് ലോസ് ആപ്ലിക്കബിൾ ആകുന്നത്
ആ സബ്സ്റ്റൻസ് ഇൻ ഗ്യാസ് ഫോമിൽ ആയിരിക്കുമ്പോൾ, അതായത് ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞാൽ മാത്രമാണ് ബോയിൽ ചെയ്ത് സബ്സ്റ്റൻസ് ഗ്യാസ് ഫോമിലേക്ക് മാറുള്ളൂ. അതായത് ബോയിലിംഗ് പോയിന്റിന് എബവ് ആയ ടെമ്പറേച്ചറിൽ മാത്രമാണ് സബ്സ്റ്റൻസ് ഗ്യാസ് ഫോമിലായിരിക്കുകയുള്ളൂ, ഗ്യാസ് ഒബേ ചെയ്യുകയുള്ളൂ. ഈ കേസിൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ് തന്നിരിക്കുന്നത് 3 ഡിഗ്രിയാണ്, 276 കെൽവിനാണ്. അപ്പോൾ 276 കെൽവിന് മേളിൽ മാത്രമാണ് തന്നിരിക്കുന്ന ഈ സബ്സ്റ്റൻസ് ഗ്യാസ് ലോസിനെ ഒബേ ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ഓഫ് ക്ലോറിൻ ഗ്യാസ്? 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ് എടുത്താൽ അതിൽ എത്ര ക്ലോറിൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് കണക്കാക്കണം. ആൻസർ: ഗിവൺ ഡേറ്റ എടുത്തെഴുതൂ. മാസ് ഓഫ് ക്ലോറിൻ ഗ്യാസ് നമുക്ക് തന്നിരിക്കുന്ന മാസ് 710 ഗ്രാം. ഇനി ക്ലോറിൻ്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് നോക്കണം. ക്ലോറിൻ്റെ ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ ആറ്റമിക് മാസ് 35.5 ആണ്. ക്ലോറിൻ മോളിക്യൂളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Cl2 ആണ്. 2 ഇൻറ്റു ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ 35.5. സോ 71 ഗ്രാം ആണ് ഒരു ക്ലോറിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ്. അതിന് നമ്മൾ പറയും മോളാർ മാസ്. ഇനി നമുക്ക് നോക്കാം 710 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 710, മോളാർ മാസ് 71. 710 ബൈ 71 ചെയ്താൽ 10 മോൾസ് എന്ന് കിട്ടി. 710 ഗ്രാം ഓഫ് ക്ലോറിനിൽ 10 മോൾ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് കണക്കാക്കാനായിട്ട് ഒരു മോളിലുള്ള ക്ലോറിൻ മോളിക്യൂൾസ് നമുക്കറിയാം അവഗാഡ്രോ നമ്പർ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 മോളാണ്. സോ 10 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.022 ഇൻറ്റു 10⁻24 മോളിക്യൂൾസ്. ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് 710 ഗ്രാം ഓഫ് ക്ലോറിൻ ഗ്യാസിൽ ഉള്ളത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? നമ്മൾ ഇപ്പോൾ കണ്ടത് ക്ലോറിൻ മോളിക്യൂൾസിൻ്റെ നമ്പറാണ്. നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ്. നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്ലോറിൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്, Cl2 ആണ്. അപ്പോൾ ക്ലോറിൻ മോളിക്യൂളിൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇത്രയാണ്. ഒരു മോളിക്യൂളിൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു 2 ചെയ്താൽ നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ്. Total number of chlorine atoms in this sample is 1.2 into 10⁻25. Question: how many grams of hydrogen are required to react 700 gram of nitrogen in the production of ammonia? അമോണിയയുടെ പ്രൊഡക്ഷനിൽ 700 ഗ്രാം ഓഫ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓഫ് ഹൈഡ്രജൻ വേണം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻസർ എഴുതാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. N2 + 3H2 gives 2NH3. എന്താണ് മോൾ റേഷ്യോ? N2 H2 NH3 1:3:2 ആണ് മോൾ റേഷ്യോ. അതായത് 1 മോൾ ഓഫ് നൈട്രജന് 3 മോൾ ഓഫ് ഹൈഡ്രജൻ വേണം റിയാക്ഷൻ നടക്കാൻ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 മോൾ ഓഫ് അമോണിയ ആയിരിക്കും. അതാണ് ഈ മോൾ റേഷ്യോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് 700 ഗ്രാം ആണ്. ഈ 700 ഗ്രാം നൈട്രജനിൽ എത്ര മോൾ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം കണക്കാക്കണേ. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ പ്രൊപ്പോർഷണലി എത്ര ഹൈഡ്രജൻ വേണമെന്ന് മനസ്സിലാക്കാം, എത്ര അമോണിയ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഈ മോൾ റേഷ്യോ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആദ്യം 700 ഗ്രാം ഗിവൺ നൈട്രജൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. നൈട്രജൻ്റെ മോളാർ മാസ് എത്രയാണ്? 14 × 2 28 ഗ്രാം ആണ് ഒരു മോൾ നൈട്രജൻ്റെ മാസ്. അപ്പോൾ 700 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണക്കാക്കാൻ 700/28 കിട്ടി 25 മോൾസ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 25 മോൾസ് ഓഫ് നൈട്രജൻ ആണ്. നൈട്രജൻ 25 മോൾസ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ വേണം എന്ന് കണക്കാക്കാമല്ലോ. 1 മോളിന് 3 മോളാണ് ഹൈഡ്രജൻ വേണ്ടേ. സോ 25 മോൾ ഓഫ് നൈട്രജന് 25 × 3. സോ 75 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളോട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ഗ്രാമിൽ ഹൈഡ്രജൻ്റെ മാസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 25 മോൾസ് ഓഫ് ഹൈഡ്രജനെ നമ്മൾ ഗ്രാമിൽ എത്രയാണെന്ന് മാറ്റണം. അതിന് മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ നോക്കാം. മോളാർ മാസ് ഹൈഡ്രജൻ്റെത് പ്രോട്ടിയം ആണ്. ഒരു ആറ്റമായിട്ട് ആറ്റമിക് മാസിൽ എടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ 2
H2 ആണ്. സോ 2 gram ആണ് മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ. അതായത് ഒരു മോൾ ഹൈഡ്രജൻ്റെ മാസാണ് 2 gram. നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? 75 മോളാണുള്ളത്. സോ 75 മോളിൻ്റെ മാസ് എത്രയായിരിക്കും? 75 ഇൻറ്റു ഒരു മോളിൻ്റെ മാസായ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 150 gram ഓഫ് ഹൈഡ്രജൻ ആണ് വേണ്ടിയത്. ഈ 700 gram നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് 150 gram ഓഫ് ഹൈഡ്രജൻ ആണ് അമോണിയ പ്രൊഡക്ഷനിൽ വേണ്ടിയത്. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ചോദിച്ചിരിക്കുന്നത് 1 kilogram കാൽഷ്യം കാർബണേറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നാണ്. തന്നിരിക്കുന്ന ഹിൻസ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, കാൽഷ്യം ഇതിൻ്റെ എല്ലാം ആറ്റമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 1 kilogram കാൽഷ്യം കാർബണേറ്റിൽ? ആദ്യം നമുക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു മോളിൻ്റെ മാസ് മോളാർ മാസ്. കാൽഷ്യത്തിൻ്റെത് കാൽഷ്യത്തിൻ്റെ 40 ഇൻറ്റു 1 ഒരു കാൽഷ്യമാണുള്ളത്. 40 ഇൻറ്റു 1. കാർബൺ 1 ഇൻറ്റു 12. ഓക്സിജൻ 3 ഇൻറ്റു 16. സം ചെയ്യുമ്പോൾ നമുക്ക് 100 gram ആണ് കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളാർ മാസ്. തന്നിരിക്കുന്ന നമുക്ക് ഗിവൺ മാസ് എത്രയാണ്? 1 kg, ദാറ്റ് ഈസ് 1000 gram. നമ്മൾ എല്ലാ ഡേറ്റ ഗ്രാമിൽ ഉള്ള കണക്ഷനാണ്. അപ്പോൾ kgനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റി. 1000 gram ആണ് ഗിവൺ മാസ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 1000, മോളാർ മാസ് 100. കാൽക്കുലേറ്റ് ചെയ്തു. 10 മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ് 1000 gram, അതായത് 1 kg ഓഫ് കാൽഷ്യം കാർബണേറ്റിൽ ഉള്ളത്. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ, കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 88 gram കാർബൺ ഡൈ ഓക്സൈഡിലുള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അമോണിയ മോളിക്യൂളിൻ്റെ മാസ് എത്രയെന്നാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം 88 ഗ്രാമിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഗിവൺ മാസ് 88 gram, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 12 + 16 × 2 44 gram per mol ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നോക്കാം. 88/44. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 2 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇൻഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നത് 2 മോൾസ് ഓഫ് നൈട്രജൻ്റെ മാസാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി 2 ആണ്. മോളാർ മാസ് ഓഫ് അമോണിയ എത്രയാണ്? NH3, നൈട്രജൻ 14, ഹൈഡ്രജൻ 1. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോളാർ മാസ് ഓഫ് അമോണിയ 17 gram per mol. മോളാർ മാസ് 17 ആണെന്ന് അതിനർത്ഥം ഒരു മോൾ അമോണിയയുടെ മാസാണ് 17 gram. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 മോളാണ് അമോണിയ ഉള്ളത്. അപ്പോൾ മാസ് ഓഫ് 2 മോൾസ് ഓഫ് അമോണിയ 2 ഇൻറ്റു മോളാർ മാസ് 2 ഇൻറ്റു 17 34 gram ആണ് ഈ തന്നിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 88 gram കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസിലുള്ള അമോണിയയുടെ മാസ്. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ. ഇവിടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് STPയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. 22.4 അറ്റ് STP എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിൽ വരണം എനി ഗ്യാസ് 22.4 ലിറ്റർ ആയിരിക്കും 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അതൊരു 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് വെച്ചിരിക്കുന്നതെന്ന്. ഇനി അതിൻ്റെ മാസ് കണക്കാക്കുന്നത് 1 മോളിൻ്റെ മാസ് മോളിക്കുലർ മാസാണ്. മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 12 + 2 × 16 44. സോ മാസ് ഓഫ് 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP ഈക്വൽ ടു മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP. 1 മോളിൻ്റെ മാസ് മോളാർ മാസ് ദാറ്റ് ഈസ് 44 gram. ക്വസ്റ്റ്യൻ, എ വോളിയം ഓഫ് എ സിലിണ്ടർ കണ്ടെയ്നിങ് NH3 അറ്റ് STP ഈസ് 4480 ml. ml ആണ് തന്നിരിക്കുന്നത്. 4480 ml ഓഫ് NH3
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഇൻ ദ സിലിണ്ടർ. നമ്പർ ഓഫ് മോൾസ് ആണ് കണക്കാക്കേണ്ടത്. ഗിവൺ ഡേറ്റ് എടുത്ത് എഴുതാം. 4480 ml. നമ്പർ ഓഫ് മോൾസ് കണക്കാക്കണമെങ്കിൽ ഗിവൺ നമുക്ക് വോളിയം ആണ് തന്നിരിക്കുന്നത്. വോളിയം തന്നിരിക്കുന്നത് 4480. 1 മോളിൻ്റെ നമുക്കറിയാം 22.4 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുന്നത് വോളിയം അറ്റ് STP ബൈ 22.4. വോളിയം അറ്റ് STP 4480 ml ആണ്. നമുക്കതിനെ ml-നെ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് ലിറ്ററിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് 4.48 ബൈ 22.4. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2 മോളാണ്. ഈ 4480 ml അറ്റ് STP 0.2 മോളാണ്. നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഫൈൻഡ് ദ മാസ് ഓഫ് ദിസ് NH3. 0.2 മോൾസ് ഓഫ് NH3യുടെ മാസ് ആണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാസ് കണക്കാക്കാനായിട്ട് അമോണിയയുടെ മോളിക്കുലർ മാസ് കണക്കാക്കാം ആദ്യം. മോളിക്കുലർ മാസ് എത്രയാണ്? 17. NH3യിൽ നൈട്രജൻ 14, ഹൈഡ്രജൻ 3 ഉണ്ട്. അപ്പോൾ 14 പ്ലസ് 3 × 1. സോ 17 ആണ് അമോണിയയുടെ മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് 0.2 ആണ്. 0.2 × 17. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ഓഫ് NH3 3.4 ഗ്രാം. ഈ 0.2 മോൾസ് ഓഫ് അമോണിയയുടെ മാസ് 3.4 ഗ്രാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് NH3 ആർ പ്രസൻറ്റ് ഇൻ ദിസ് ഗ്യാസ്. ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി 0.2. അവഗാഡ്രോ നമ്പർ നമുക്കറിയാം 6.022 × 10⁻23. ഒരു മോളിൽ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അവഗാഡ്രോ നമ്പർ. നമുക്കുള്ളത് 0.2 മോളാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 0.2 മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് 0.2. അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 1.204 × 10⁻23. അമോണിയ മോളിക്യൂൾസ് ആണ് ഈ 4480 ml ഉള്ളത്. ക്വസ്റ്റ്യൻ കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ 2H2 + O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 മോൾ ഓഫ് വാട്ടർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ നമ്മൾ എടുക്കണം. മോൾ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആൻസർ. 2H2 + O2 gives 2H2O. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതിൽ നമ്മൾ മോൾ റേഷ്യോ എഴുതുക. ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ അത് തമ്മിലുള്ള മോൾ റേഷ്യോ 2:1:2. അതായത് 2 മോൾസ് ഓഫ് വാട്ടർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകുതി 1 മോൾ ഓഫ് ഓക്സിജൻ മതി എന്നാണ് മനസ്സിലായത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 മോൾ ഓഫ് വാട്ടർ ആണ്. 10 മോൾ ഓഫ് വാട്ടർ ആണ് വേണ്ടിയത്. അതിൻ്റെ പകുതി മോൾ ഓക്സിജൻ മതിയല്ലോ. 1/2 × 10 5 മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ നീഡഡ് ഫോർ 10 മോൾസ് ഓഫ് വാട്ടർ ഈസ് 5 മോൾസ്. മോൾ റേഷ്യോയുടെ കമ്പാരിസൺ വെച്ചിട്ട് ആൻസർ കിട്ടും. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് 5 മോൾസ് കിട്ടി. ഇനി അതിൻ്റെ മാസ് എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ മാസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി 5. ഒരു മോളിൻ്റെ മാസ് ഓക്സിജൻ്റെത് 32. 5 × 32 160 ഗ്രാം ആണ് മാസ് ഓഫ് 5 മോൾസ് ഓഫ് ഓക്സിജൻ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.